എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആനപ്രേമികളുടെ ഇഷ്ടകേന്ദ്രമായ കോന്നി ആനക്കൂടിലേക്കുള്ള ഒരു യാത്രയിലാണ്. പത്തനംതിട്ടയിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ അകലെയുള്ള കോന്നിയിലെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിലൊന്നാണ് കോന്നി ആനക്കൂട്. 1942 ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവ് സ്ഥാപിച്ചതാണ്. ചരിത്രത്തിൻ്റെയും രാജഭരണത്തിൻ്റെയും കഥ പറയുകയാണ് കോന്നി ആനക്കൂട്. ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ നേരെ മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഓഫീസ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പ്രവേശന ഫീസും അതുപോലെ തന്നെ പാർക്കിംഗ് ഫീസും ഒക്കെ ഉണ്ട്. അത് അടച്ചു കഴിഞ്ഞാൽ നേരെ ആനക്കൂട്ടിലേക്ക് ഇറങ്ങാം. ഇവിടെ വനശ്രീ എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടി ഉണ്ട്. അത് വനത്തിൽ നിന്നുള്ള പ്രൊഡക്റ്റുകളൊക്കെ കൊണ്ടുവന്ന തേനും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലമാണ്. ഇതാണ് ആനക്കൂട്. ആനക്കൂട് കമ്പകം എന്ന തടി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തടിയാണ്. ഇവിടെ വന്നപ്പം കണ്ടത് ഒരു കുട്ടിയാനയാണ് കേട്ടോ. നമുക്ക് ഇത്രയും അടുത്ത് നിന്ന് അതിനെ കാണുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. ഞാൻ പറഞ്ഞില്ലേ, ആനപ്രേമികൾക്കൊരു ദൃശ്യവിസ്മയം തന്നെയാണ് കേട്ടോ ഈ ആനക്കൂട്. എന്നിട്ട് ഞങ്ങൾ ആ ആനക്കൂടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നു വന്നപ്പോൾ നമുക്ക് കുറച്ച് ആനകളെ അവിടെ കാണാൻ സാധിച്ചു. അതിൻ്റെ പേര്, വയസ്സ്, എവിടെ നിന്ന് ലഭിച്ചു എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മീന, പ്രിയദർശിനി, ഈവ, അങ്ങനെയുള്ള ആനകളെയാണ്. അവരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആനപ്രേമികൾക്ക് ഒരു ദൃശ്യവിസ്മയം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ. ഇവർ കാണിക്കുന്ന ഈ ഒരു ആക്ഷൻസൊക്കെ ഒരു പക്ഷേ അവർക്ക് ആനകളെ അടുത്തറിയുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നെപ്പോലുള്ളവർക്കാണെങ്കിൽ ഇവരെന്താ കാണിക്കുന്നതെങ്കിലും ഇവർ നമ്മളെ അട്രാക്റ്റ് ചെയ്യാനുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാകും. കാരണം നമുക്ക് വേണ്ടി ഇവരെന്തൊക്കെയോ നമ്മളോട് പറയുകയാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ആനകളെ കൂടുതൽ അടുത്തറിയുന്നവർക്ക്, ആനകളെപ്പറ്റി പഠിക്കുന്നവർക്ക് ഒക്കെ ഇവരുടെ ഓരോ ആക്ഷൻസും മനസ്സിലാക്കും അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇവരുടെ മൂവ്മെൻറ്റ്സ് ഓരോന്നും ഭയങ്കര രസമാണ് കേട്ടോ. ഒരെണ്ണം പുല്ല് തിന്നുന്നത് തന്നെ കാണാനൊരു ഭംഗിയാണ്. തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ ഒരുപാട് നേരം ഇട്ടാട്ടി. ഇതൊക്കെ നമ്മളെ കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഇങ്ങനെയല്ലല്ലോ ആന നേരെ ഫുഡ് എടുത്ത് കഴിക്കുക എന്നുള്ളതല്ലേ. എന്നിട്ട് ആ പുല്ല് വെച്ച് തന്നെ അതിങ്ങനെ തുമ്പിക്കൈ ഇങ്ങനെ ചൊറിയുവാണേ. അങ്ങനെയുള്ള ഓരോരോ അഭ്യാസ പ്രകടനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൽ നിന്ന് നേരെ നമ്മൾ വരുന്നത് എലിഫൻറ്റ് ആർട്ട് ഗ്യാലറിയിലേക്കാണ്. വരകളിലും ശില്പങ്ങളിലും എല്ലാം ആനക്കലയുടെ സൗന്ദര്യം വിളിച്ചോതുന്ന ഒന്ന് തന്നെയാണ് എലിഫൻറ്റ് ആർട്ട് ഗ്യാലറി. കലയിലും വരകളിലും പൊതിഞ്ഞ ആനയുടെ ശില്പങ്ങൾ തന്നെ നമുക്ക് ആ ഫ്രണ്ട് വശത്ത് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു തുളസീവനം കാണാൻ പറ്റും. തുളസീവനം എന്ന് പറയുമ്പോൾ നമ്മളിരിക്കും ഭയങ്കര കാട് പോലെ അല്ല, തുളസികളുടെ തന്നെ ഒരു സ്ഥലമാണ്. തുളസികളെ അവർ സംരക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ കേട്ടിട്ടില്ലാത്ത പേരുകൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള തുളസികൾ കാണുന്നത്. കുഴിമുണ്ടാൽ തുളസി, മധുര തുളസി, പൂച്ച തുളസി, അങ്ങനെ പല ടൈപ്പിൽ. അതുപോലെ തന്നെ വെള്ള കൃഷ്ണ തുളസി, പിന്നെ കൃഷ്ണ തുളസിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കുഴിമുണ്ടാൽ, പൂച്ച തുളസി, ഇതൊക്കെ ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നത്. അതെല്ലാം അവരോട് നല്ലതായിട്ട് സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ വരുന്നത് എലിഫൻറ്റ് മ്യൂസിയത്തിലേക്കാണ്. ശരിക്കും ആനക്കൂട് സന്ദർശിക്കുന്നവർ വന്നിരിക്കേണ്ട 2 സ്ഥലങ്ങളാണ് എലിഫൻറ്റ് ആർട്ട് ഗ്യാലറിയും എലിഫൻറ്റ് മ്യൂസിയവും. അതിൻ്റെ ചുവർ ചിത്രങ്ങൾ തന്നെ കാണാൻ വളരെ ഭംഗിയാണ്. അത് കഴിഞ്ഞ് നേരെ ഒരു റൂമിലേക്ക് വന്നാൽ പ്രകൃതി നമ്മളോട് സംസാരിക്കുമെന്നും പറഞ്ഞ് ഉള്ള ഒരു പോർഷനുണ്ട്. അവിടുത്തെ ശബ്ദം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഓരോ മൃഗങ്ങളുടെയും അവരുടെ ശബ്ദം നമുക്കവർ നല്ല ഭംഗിയായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും.
അത് കഴിഞ്ഞ് നേരെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആനപിടുത്തം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ വാരിക്കുഴി ഒരുക്കി പണ്ട് ആനയെ പിടിക്കുന്ന രീതിയാണ് അവർ ആദ്യം തന്നെ നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നത്. ആനയെ വാരിക്കുഴിയിൽ വീഴ്ത്തി കഴിഞ്ഞിട്ട് താപ്പാനകളെ വെച്ച് ആനയെ എടുത്ത് ആനക്കൂട്ടിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണ് നന്നായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അവിടെ വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞുള്ള റൂമിലേക്ക് വരുമ്പോൾ ആനയുടെ അസ്ഥികൂടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആനയുടെ അസ്ഥികൂടം അതേപടി അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആനയുടെ മുട്ട്, ചിരട്ട, അങ്ങനെ ഓരോരോ പാർട്സായിട്ടും എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആനയെ പിടിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ആനയെ കൊണ്ടുവരുമ്പോൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, ഇതെല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും. പിന്നെ ചുവർ ചിത്രങ്ങൾ ഓരോന്നും എവല്യൂഷൻ എങ്ങനെയാണ് പരിണാമങ്ങൾ സംഭവിച്ചത്, ആഫ്രിക്കൻ എലിഫൻറ്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ആനക്കൂട്ടിലേക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തു പോയ യാത്രയൊന്നും അല്ലായിരുന്നു. പക്ഷേ അതുവഴി പോയപ്പോൾ കുഞ്ഞുങ്ങളെ ഒന്ന് കാണിക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ആനക്കൂട്ടിലേക്ക് കയറിയത്. ഞങ്ങളും ആദ്യമായിട്ട് അവിടെ കയറുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ ആ ആനക്കൂട്ടിൽ കണ്ട കുഞ്ഞാനയാണ് ഇത് കേട്ടോ. അതിനെ കുളിപ്പിക്കുന്ന ദൃശ്യം അതിമനോഹരമായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. പൈപ്പിൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ആ സമയം തന്നെ തുമ്പിക്കൈയിൽ വെള്ളം നിറച്ച് തന്നെ കുളിക്കാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ യാത്ര അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.